saves from boring toilet times? Balarama? Alla. Who saves from awkward conversations where we can farm, crush candies, and even know your death date? Be popular without having real friends. Facebook. Hello YouTube, my name is Lakshmi Menon. Welcome to my channel. So, FBയിൽ മാത്രം അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ മാത്രം കണ്ടുവരുന്ന ചില പ്രതിഭാസങ്ങളെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. So, let's begin the tour. The broy slang. ഈ ചങ്ക്സ് ബ്രോയിസ് ഒക്കെ ഉള്ള അങ്ങനത്തെ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു സ്ലാങ് ആണ്. അവരൊരിക്കലും റിയൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യില്ല. എസിന് പകരം സെഡ് ആയിരിക്കും, വിക്ക് പകരം ഡബ്ല്യു ആയിരിക്കും. പിന്നെ നമ്മൾ എഴുതുന്നത് അതുപോലെ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവാനായിട്ട് അങ്ങനെയാണ് എഴുതുക. അപ്പോൾ പൊളിച്ചു എന്ന് നമ്മൾ എഴുതുകയാണെങ്കിൽ അവർ എഴുതുമ്പോൾ ഫ്രം ദ എപ്പിക് ലോട്ടസ് ലൈക്ക് യു വാണ്ട് പ്യൂക്ക് അങ്ങനെ വേണം എഴുതാനായിട്ട്. പിന്നെ ഈ ഒരിക്കൽ പോപ്പൈൻസ് അങ്ങനെ ലാസ്റ്റ് നെയിം ഉള്ള ഒരാളോട് എൻ്റെ അറിവില്ലായ്മ ഞാൻ ചോദിച്ചു എന്താണ് ഇതിൻ്റെ അർത്ഥം. ഞാൻ വിചാരിച്ചു നമ്മുടെ അച്ഛനെ പോപ്സ് എന്നൊക്കെ വിളിക്കുന്നതിന് കുറച്ചുകൂടി ജാടിയിട്ടിടുന്ന ഒരു പേരാണ് വെച്ചിട്ടാണ് ഞാൻ ചോദിച്ചത്. പുള്ളി പറഞ്ഞ ഉത്തരം എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. മുട്ടായില്ലേ, 7 കളറിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന മുട്ടായി, പോപ്പിൻസ്, അത് തന്നെ. പിന്നെ ഒരു പടി കൂടി കടന്നിട്ടാണ് ഇപ്പൊ ചിലരിടുന്നത്, പൂപ്സ്. ദ ഫേസ്ബുക്ക് ഫോട്ടോഗ്രാഫേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ എന്തിൻ്റെയും പണ്ടെടുത്ത് കളയും. കയ്യിൽ റീച്ച് വന്നു കഴിഞ്ഞാൽ ദ ഹൗസ് ഫ്ലൈ ഓൺ മൈ ബോഡി, ദ നൈറ്റ് സ്കൈ, വെള്ളച്ചാട്ടം, മഴത്തുള്ളി, പെരുമ്പാമ്പ്, തേരട്ട, പച്ചപ്പ, ഇതൊക്കെ പണ്ട് ഫോട്ടോസ് ഇടുന്ന കാണാം. അതൊക്കെ ഒരു രസമായിരുന്നു കണ്ടിരിക്കാൻ. ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ റിലേറ്റീവ്സ് അല്ലെങ്കിൽ അച്ഛനമ്മ ആരെങ്കിലുമൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഫോട്ടോസ് അങ്ങോട്ട് എടുത്തിടും. ചേട്ടാ നിങ്ങൾക്ക് ഈ ഫോട്ടോസ് ഒക്കെ ഇടുന്നതിന് സന്തോഷമായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് രാത്രി കിടന്ന് ഉറങ്ങണ്ടേ. പിന്നെ ഒരു കൂട്ടർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്സിഡന്റ് പറ്റി ചോര വാർന്നു വലിക്കുക, തല വെട്ട്, അങ്ങനത്തെ ഗോലി പിക്ചേഴ്സ് ഇടുന്ന ആൾക്കാർ. എല്ലാവർക്കും ഇത് കാണാനുള്ള ഒരു മനഃശക്തി ഇല്ല. മാത്രമല്ല എന്താ പറയാ, കണ്ടാ തോന്നില്ല എന്നുള്ളൂ, ഒരു ലോല ഹൃദയമാണ്. Like beggars, the number of likes a Facebook post has is directly proportional to the popularity of the profile person എന്ന ഫേസ്ബുക്ക് തിയറിയെ ബേസ് ചെയ്തിട്ടാണ് ഈ ജീവികൾ ജീവിക്കുന്നത്. അതിനുവേണ്ടി ഏതറ്റം വരെയും പോവും ഒരു പ്രാന്തനെ പോലെ. ദിൽ ബ്രേക്ക് ഓൾ കൺസെപ്റ്റ്സ് ആൻഡ് കൺവെൻഷൻസ് ഓഫ് ഫേസ്ബുക്ക്. അതിന് ലൈക്ക് കിട്ടാനുള്ള ചില മാർഗങ്ങൾ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുവിധം ലൈക്ക് കിട്ടി നിൽക്കുന്ന ഒരു പോസ്റ്റ് കുറച്ച് കഴിഞ്ഞ് നമ്മൾ തന്നെ നമ്മുടെ പോസ്റ്റിന് ലൈക്ക് ചെയ്യുന്നു. അതായത് സ്വന്തമായിട്ട് ഇങ്ങനെ ഹൈഫൈ കൊടുക്കുന്ന പോലെ ഒരു 3 hours ഗ്യാപ്പിൽ പിന്നെയും നമ്മൾ ഈ പോസ്റ്റ് അൺലൈക്ക് ചെയ്യുന്നു, പിന്നെയും ലൈക്ക് ചെയ്യുന്നു. ഇടയിലിടയിൽ കമന്റ്സ് കൊടുത്തോണ്ടിരിക്കണം, റിപ്ലൈ കൊടുത്തുകൊണ്ട് ഇരിക്കണം. പിന്നെയുള്ളൊരു ചില മാർഗങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പോസ്റ്റിന് നമ്മൾ ആ ഒരു ക്യാപ്ഷൻ ഉണ്ടല്ലോ അത് എഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും ഇതിന്റെ ടൈമിൽ മുകളിൽ തന്നെ വന്നുകൊണ്ടിരിക്കും. ഇതൊന്നും വർക്കൗട്ട് ആയില്ലെങ്കിൽ വേറെ ഒരുപാട് ഗ്രൂപ്പിൽ പോയി പോസ്റ്റ് ചെയ്യുന്നു. നമ്മുടെ തന്നെ ഈ പോസ്റ്റിന്റെ ഇടയിൽ കമന്റ്സിൽ ഒരുപാട് ആൾക്കാരെ ടാഗ് ചെയ്യുന്നു. ഈ ടാഗ് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് ഫ്രണ്ട്സുള്ള ആൾക്കാരാണെങ്കിൽ അത്രയും നല്ലത്. അവർ കമന്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ഫ്രണ്ട്സും കൂടി കാണും. ഇതൊക്കെയാണ് ഈ ഇവരുടെ ഒരു ടെക്നിക്കുകൾ, മനസ്സിലായില്ലേ. പിന്നെ ഈ കിട്ടുന്ന ലൈക്ക് മുഴുവൻ വാരി കൂട്ടി കെട്ടി കൊണ്ടുപോയിട്ട് റേഷൻ കടയിൽ കൊടുത്ത് അരി വാങ്ങിച്ചിട്ടാണ് അവർക്ക് ഇവരുടെ പട്ടിണി മാറ്റാൻ. മറ്റൊരു വെബ്സൈറ്റിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഫേസ്ബുക്ക് ബട്ടൺ നമ്മുടെ ക്യൂരിയോസിറ്റിയാണ് ടീച്ച് ചെയ്യുന്നത്. ഒരു കാര്യമില്ല, ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുക, ഒരു ഹിറ്റ് കിട്ടുക, അതുവഴി പണക്കാരനാവുക. ചെറിയ സൈറ്റ്സ് മാത്രമല്ല വലിയ മീഡിയ ഭീമന്മാർ വരെ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യാറുണ്ട്. 100 രൂപ കൊടുത്തു കണ്ട സിനിമയുടെ അവസ്ഥ കൂടുതൽ വായിക്കുവാൻ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അതിനുവേണ്ടി എന്ത് വൃത്തിയായിട്ട ക്യാപ്ഷൻസ് വരെ യൂസ് ചെയ്യാം. അതിർത്തി കടന്നപ്പോൾ നമ്മുടെ മലയാള നടിക്ക് സംഭവിച്ചത് എന്ത്? ഞാൻ ഒരുപാട് തവണ പോയി നോക്കി, ആരാണ് ആ നടി എന്ന് പോലും എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്നാൽ ഇനി ഞാൻ നോക്കും, കാരണം എന്തെങ്കിലും അവർ പറഞ്ഞ ആ വാക്ക് പാലിക്കുന്നുള്ള പ്രതീക്ഷയോടുകൂടി. സെന്റിയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഇവര്. Don't even get me started on this one. അമ്മ ഇത് എന്റെ കൊച്ചിനെ കാലൊടിഞ്ഞ ഫോട്ടോ ആരോ ഫേസ്ബുക്കിൽ ഇട്ടേക്കിടും. ഒരു ലൈക്കിന് 1 രൂപ, ഒരു ഷെയറിന് 2 രൂപ, ഒരു കമന്റിന് 3 രൂപ. ഓ മൈ ഗോഡ്, 5 രൂപ കിട്ടും. ടു മച്ച് ഇൻഫർമേഷൻ എനിക്ക് തോന്നിയിട്ടുള്ള ചില ആൾക്കാർ പോസ്റ്റ് ഇടും, ചില വിത്ത് ഫോട്ടോസ്. എന്റെ കാലിൽ വരട്ടെ ചൊറിയുണ്ട്, ഞാൻ എന്ത് മരുന്ന് പരട്ടണം, എന്റെ കണ്ണ് പൊട്ടി പഴുത്തിരിക്കുന്നു, ഞാൻ എന്ത് ചെയ്യണം, പോയി ഡോക്ടറെ കാണോ. ടു മെനി ഹാഷ്ടാഗ്സ്. ഒരുപാട് പേര് അവരുടെ ഫോട്ടോസിനും സ്റ്റാറ്റസിനൊക്കെ ഒരുപാട് ഹാഷ്ടാഗ്സ് നല്ലതല്ലേ, ഞാൻ ഇല്ലേ കളിക്ക്. റിലേഷൻഷിപ്പ് ആനലിസ്റ്റ്, ഇവരധികവും കപ്പിൾസിന്റെ പിന്നാലെ ആയിരിക്കും ഉണ്ടാവുക. അതായത് ബേസ്ഡ് ഓൺ ദ ഫോട്ടോസ് യു അപ്ലോഡ്. നിങ്ങളുടെ പാർട്ട്ണർ ആയിട്ടുള്ള ഫോട്ടോസ് ഇപ്പോൾ ഒരുമിച്ചിട്ടുണ്ട്, കുറെ കാലത്ത് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഡിവോഴ്സ്ഡ് ആണ്, ലിവിങ് ടുഗദർ ആണോ, ഈവൻ സിംഗിൾ ആണോ എന്നൊക്കെ ഉള്ളത് വരെ അവർക്കൊരു മെഗാ സീരിയൽ പോലെ മനഃപ്പാഠമായിരിക്കും.
ഈ കൂട്ടർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് UK-യിൽ, ലഞ്ച് അമേരിക്കയിൽ ആൻഡ് ഡിന്നർ ജർമ്മനിയിലായിരിക്കും. എവിടെ പോയാലും ചെക്ക് ഇൻ ആയിരിക്കും. ബാത്റൂമിൽ പോയാൽ വരെ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടാവും ഇവര്. ഇത്രയും ബിസി ആയിട്ടുള്ള ഒരു ലൈഫാണെങ്കിൽ എങ്ങനെയാണ് 24 hours ഫേസ്ബുക്കിൽ ഇരിക്കാനുള്ള ഒരു സമയം കിട്ടുന്നത്? ന്യായമായൊരു സംശയമില്ലേ? FB ക്രിറ്റിക്സ് മാർക്കിടുന്ന ആൾക്കാരാണ് FB ക്രിറ്റിക്സ്, ഞാൻ ഉൾപ്പെടെ. പടം കഴിഞ്ഞാ എനിക്ക് ഫസ്റ്റ് റിവ്യൂ എന്റെ തന്നെ ആയിരിക്കണം. അതിനെടാ നീ പടം കണ്ടില്ലല്ലോ, പടം കാണേണ്ട ആവശ്യമൊന്നും ഇല്ല. FDFS റിവ്യൂ ഇടണം, അതിനെ വിലയുള്ളൂ. ഈ ക്രിറ്റിക്സിന്റെ കൂട്ടത്തിൽ എന്താ പറയുക, കാശ് വാങ്ങിച്ച് പ്രൊമോഷൻ നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് പോസ്റ്ററിൽ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും, മെഗാ ഹിറ്റ്, സൂപ്പർ ഹിറ്റ്, പൊളിച്ചടുക്കി, ബമ്പർ, അങ്ങനത്തെ ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് നോക്കി സിനിമ കാണാൻ പോവാതെ അവനവന് തോന്നിയിട്ട് സിനിമ കാണാൻ പോവാം. ഇത് ഇത്തിരി പ്രായം കൂടിയ ആളുകൾ ഏറ്റെടുക്കുന്ന മേഖലയാണ്. മോഡേൺ ആണെന്ന് അറിയിക്കാൻ ഏറ്റവും ഈസിയസ്റ്റ് മാർഗമാണ് ഫേസ്ബുക്ക്. എപ്പ നോക്കിയാലും ഈ പെണ്ണിന് പൊട്ടം തന്നെ ഞാൻ ലൈക്ക് ചെയ്ത് പോയി. ആ മോളെ പറയൂ. ഹലോ അമ്മേ, അമ്മയുടെ സ്റ്റാറ്റസ് എന്താ? ശശീലാന്റിയുടെ പേര്. എനിക്ക് അവളെ ആ സ്ത്രീനെ കണ്ടെടുത്താൽ തന്നെ കണ്ടുകൂടാ. അയ്യോ, ഞാൻ എന്തൊക്കെയോ ക്ലിക്ക് ചെയ്യണു. സ്റ്റാറ്റസ് ഇപ്പൊ ശശീല മേനോൻ എന്നാ? ഞാനോ? നോക്കട്ടെ. അയ്യോ, ഞാൻ സെർച്ച് ചെയ്താ മോളെ ഇത് സ്റ്റാറ്റസ് ആയി പോയോ? അപ്പോ ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ സർവൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. Don't forget to subscribe my channel if you're watching my video for the first time. Ta-da!